കുവൈറ്റിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടം അഗ്നിക്കിരയായി 49 പേർ മരണപ്പെട്ട സംഭവത്തിൽ പ്രധാനമായും നാം കേട്ടത് മലയാളിയായ KG എബ്രഹാമിന്റെ NBTC ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് തീപിടുത്തം സംഭവിച്ചതെന്നാണ്. ഇതോടെ ആരാണ് KG എബ്രഹാം? ഇതാണ് സോഷ്യൽ മീഡിയ അടക്കം തിരഞ്ഞത്. അതായത് ഇപ്പോൾ കമ്പനി ഉടമകളുടെയും കെട്ടിട ഉടമയുടെയും അത്യാഗ്രഹത്തിന്റെ ഫലമാണ് ഈ ദുരന്ത സംഭവമെന്ന് പറഞ്ഞ കുവൈറ്റ് സർക്കാർ കമ്പനി ഉടമയടക്കം അറസ്റ്റ് ചെയ്യാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതോടെയാണ് ആരാണ് ഈ മലയാളി KG എബ്രഹാം എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത്. കാരണം മലയാളത്തിലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ കുവൈറ്റിലെ ദുരന്തം വിളിച്ചു പറയുമ്പോൾ തീപിടുത്തമുണ്ടായ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മലയാളിയാണ് എന്നല്ലാതെ KG എബ്രഹാമിനെ കുറിച്ച് ഒന്നും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല. അതായത് ഈ KG എബ്രഹാം എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ആടുജീവിതം സിനിമയുടെ നിർമ്മാതാവ്, അതുമാത്രമല്ല കേരളത്തിൽ ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ചതടക്കം രാഷ്ട്രീയ വിവാദങ്ങളുടെ തന്നെ കേന്ദ്ര ബിന്ദുവായ ഒരു വ്യാവസായിക പ്രമുഖനാണ് എബ്രഹാം എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 6000-ലേറെ ജീവനക്കാരും 4000 കോടി രൂപയിലധികം ആസ്തിയുള്ള NBTC ഗ്രൂപ്പിന്റെയും കേരളം കേന്ദ്രമായ KG ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് KG എബ്രഹാം. 38 വർഷമായി കുവൈറ്റിൽ ബിസിനസ്സുകാരനായ എബ്രഹാം തിരുവല്ല നിരണം സ്വദേശിയാണ്. എറണാകുളം കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസയുടെ ചെയർമാനും തിരുവല്ലയിലെ KGA എലൈറ്റ് കോണ്ടിനെന്റൽ ഹോട്ടലിന്റെ പങ്കാളിയുമാണ്. കേരളത്തിലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വൻ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. കുവൈറ്റിൽ നിർമ്മാണ മേഖലയിൽ ചെറിയ തോതിൽ തുടക്കം കുറിച്ച KG എബ്രഹാം മികച്ച നിർമ്മാണങ്ങളിലൂടെ വിശ്വാസ്യത നേടി വളരുകയായിരുന്നു. 1977-ലാണ് NBTC ഗ്രൂപ്പിന് തുടക്കമിടുന്നത്. കുവൈറ്റിലെ വൻകിട നിർമ്മാണ കമ്പനികൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പാണിത്. എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ഫാബ്രിക്കേഷൻ, യന്ത്രങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം. എണ്ണ, പെട്രോ കെമിക്കൽ മേഖലയിൽ ഉൾപ്പെടെ കുവൈറ്റിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഇവർക്ക് കമ്പനികളുണ്ട്. അതുമാത്രമല്ല മാർക്കറ്റിംഗ്, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലടക്കം പ്രവർത്തിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി 22-ാം വയസ്സിലാണ് ഇദ്ദേഹം കുവൈറ്റിലെത്തുന്നത്. ബദ്ദ ഐൻ മുസേരി എന്ന സ്ഥാപനത്തിൽ 60 ദിനാർ ശമ്പളത്തിലായിരുന്നു തുടക്കം. 7 വർഷം ജോലി ചെയ്തതിന് പിന്നാലെ സ്വന്തമായി സ്ഥാപനം ആരംഭിച്ചു. ചെറുകിട നിർമ്മാണങ്ങൾ ഏറ്റെടുത്ത് അത് വിജയകരമായി പൂർത്തിയാക്കി. 1990-ലെ ഇറാഖ് അധിനിവേശത്തിന് പിന്നാലെ ഗ്രൂപ്പ് അതിവേഗം വളർന്നു. ഹൈവേ സെന്റർ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും കുവൈറ്റിലുണ്ട്. തിരുവല്ല നിരണം സ്വദേശിയായ KG എബ്രഹാമാണ് മാനേജിംഗ് ഡയറക്ടർ. കുവൈത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് NBTC. അതേസമയം കേരളത്തിലെ തന്നെ പ്രമുഖനായ ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ചതിനും അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന TU കുരുവിളയുടെ മക്കൾ ഉൾപ്പെട്ട് രാജകുമാരി ഭൂമി ഇടപാട് പുറത്തു കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇടുക്കി രാജകുമാരി വില്ലേജിലെ 50 ഏക്കർ ഭൂമി 7 കോടി രൂപയ്ക്ക് എബ്രഹാമിന് വിൽക്കാൻ കുരുവിളയുടെ മക്കളെന്ന് ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത് പുറമ്പോക്കാണെന്നും കുരുവിളയുടെ ബിനാമി ഭൂമിയാണെന്നും തിരിച്ചറിഞ്ഞതോടെ എബ്രഹാം ഈ ഇടപാടിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മുടക്കിയ 7 കോടി തിരികെ കിട്ടിയതുമില്ല. ഇക്കാര്യം എബ്രഹാം ഉന്നയിച്ചതോടെ അന്വേഷണത്തിന് IAS ഉദ്യോഗസ്ഥനായ രാജു നാരായണസ്വാമിയെ സർക്കാർ നിയോഗിച്ചു. ഇതിന്റെ റിപ്പോർട്ടടക്കം പുറത്തു വന്നതിന് പിന്നാലെ മന്ത്രിസ്ഥാനം തന്നെ തെറിക്കുകയാണ് അദ്ദേഹത്തിനുണ്ടായത്. അതേസമയം പ്രളയ ദുരിതാശ്വാസത്തിനായി നൽകിയ ഫണ്ട് അർഹരിലേക്ക് എത്തിയിട്ടില്ലെന്നും ഇനിയൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന നൽകില്ല എന്നുമുള്ള KG എബ്രഹാമിന്റെ പ്രസ്താവനയടക്കം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. അടച്ചിടുന്ന വീടുകൾക്ക് നികുതി ചുമത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് എബ്രഹാം ഒരു പ്രസ്താവന നടത്തിയത്. സർക്കാരിന് അഹങ്കാരമാണെന്നും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് താൻ വിഡ്ഢിയാക്കപ്പെട്ടുവെന്നും എബ്രഹാം അന്ന് തുറന്നടിച്ചു. കൊച്ചി മരടിൽ പ്രവർത്തിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ ക്രൗൺ പ്ലാസ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ 16 വർഷം എടുത്ത് പൂർത്തിയാക്കിയ ആടുജീവിതം സിനിമയുടെ നിർമ്മാതാവെന്ന നിലയിലും KG എബ്രഹാം മലയാളികൾക്ക് സുപരിചിതനാണ്. NBTC ഗ്രൂപ്പിന്റെ ഉടമകളിൽ ഒരാളായ ഇദ്ദേഹം കേരളത്തിൽ വേറെയും ബിസിനസ് നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നുണ്ട്. KG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന KG എബ്രഹാം 1977 മുതലാണ് കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KG ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായത്. ക്രൂഡ് ഓയിൽ അനുബന്ധ വ്യവസായങ്ങളിൽ KG ഗ്രൂപ്പിന് കുവൈറ്റിലും മിഡിൽ ഈസ്റ്റിലും അടക്കം നിരവധി സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസം, ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, മാർക്കറ്റിംഗ്, ഓയിൽ തുടങ്ങി പല മേഖലകളിലെ നിരവധി വ്യവസായങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ഇതോടൊപ്പം നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളിലും KG ഗ്രൂപ്പ് സമീപകാലത്ത് നിക്ഷേപം നടത്തിയിരുന്നു. അതേസമയം
ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ അതികർശനമായ നടപടികളിലേക്ക് തന്നെ കുവൈറ്റ് ഭരണകൂടം കടന്നുവെന്ന് തന്നെയാണ് വിവരങ്ങൾ. ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബഹാം സ്ഥലം സന്ദർശിക്കുകയും കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടതായിട്ടുമാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് ഉടമകളുടെ അത്യാഗ്രഹമാണ് ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതെന്നാണ് ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങൾ കൂടി വ്യക്തമാക്കുന്നത്. കുവൈത്തിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങളും ഉടൻ തന്നെ പൊളിച്ചു കളയാൻ തന്നെ ഇപ്പോൾ ഭരണാധികാരികൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.